കള്ളക്കേസിൽ കുടുക്കിയ പാർട്ടി നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് വയനാട് മുള്ളൻകൊല്ലി പെരിക്കല്ലൂരിലെ കോൺഗ്രസ് നേതാവ് തങ്കച്ചൻ കെപിസിസിക്ക് പരാതി നൽകി. അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുമെന്ന് കെപിസിസി ഉറപ്പ് നൽകിയതായി തങ്കച്ചൻ പറഞ്ഞു. തങ്കച്ചന്റെ വീട്ടിൽ നിന്ന് തോട്ടകളും മദ്യവും പിടികൂടിയ കേസിൽ പ്രതി അറസ്റ്റിലായിരുന്നു. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, എന്താണ് തങ്കച്ചന്റെ തുടർ നടപടികൾ? അനുജ, കള്ളക്കേസിൽ കുടുങ്ങിയ തങ്കച്ചൻ 17 ദിവസമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിലാണ് തങ്കച്ചൻ ഇപ്പോൾ കെപിസിസിക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത്. പാർട്ടി നേതാക്കളാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ തങ്കച്ചൻ കെപിസിസിക്ക് ഒരു പരാതി സമർപ്പിച്ചിരിക്കുന്നത്. നേതാക്കളുടെ പേരടക്കം പരാമർശിച്ചുകൊണ്ടുള്ള പരാതി അദ്ദേഹം നൽകിയിരിക്കുകയാണ്. വിഷയത്തിൽ കെപിസിസി അധ്യക്ഷൻ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത് കൃത്യമായ അച്ചടക്ക നടപടി വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഒരാഴ്ചക്കകം തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് പാർട്ടി അന്വേഷണം നടത്തി കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പാണ് തങ്കച്ചന് കെപിസിസി നൽകിയതായി തങ്കച്ചൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് തങ്കച്ചന്റെ വീടിനോട് ചേർന്നുള്ള കാർപ്പുറച്ചിൽ നിന്ന് ഈ കർണാടക മദ്യവും ഒപ്പം തന്നെ തോട്ടയും പിടികൂടിയ സംഭവത്തിൽ അദ്ദേഹം ജയിൽ മോചിതനായത്. പിന്നാലെ യഥാർത്ഥ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഈ പ്രാദേശിക തലത്തിലുള്ള കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഇരയാണ് തങ്കച്ചൻ എന്നുള്ള കാര്യം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസും വിഷയത്തിൽ കൃത്യമായ അന്വേഷണം ഇപ്പോൾ നടത്തി വരികയാണ്. യഥാർത്ഥത്തിൽ ആരാണ് തങ്കച്ചനെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്? കേസിൽ ഒരു പ്രതിയാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികൾക്ക് ഈ കേസുമായി ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. ഈ തങ്കച്ചൻ അറസ്റ്റിലായ സമയത്ത് തന്നെ തങ്കച്ചന്റെ ഭാര്യയും കുടുംബവും ഒക്കെ തന്നെ ഇതൊരു കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിലാണ് തങ്കച്ചനെ വ്യാജ കേസിൽ കുടുക്കിയെന്നുള്ള ഒരു ആരോപണം അദ്ദേഹം അന്ന് തന്നെ ഉയർത്തിയിരുന്നു. മാത്രമല്ല, അവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ തങ്കച്ചൻ നിരപരാധിയാണെന്ന് കണ്ടെത്തുകയും മാത്രമല്ല ഒരു നിരപരാധി 17 ദിവസം ഒരു കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തിരിക്കുന്നത്. അതാണ്, പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചിലരാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയത്. അതുകൊണ്ട് അവർക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നുള്ളതാണ് വയനാട് മുള്ളൻകൊല്ലി പെരിക്കല്ലൂരിലെ കോൺഗ്രസ് നേതാവ് തങ്കച്ചന്റെ ആവശ്യം. അദ്ദേഹം കെപിസിസിക്ക് പരാതി നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.